ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഓണം റിലേറ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് രാവിലെ എണീച്ചപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എണീച്ച് ഫുഡെല്ലാം സദ്യയെല്ലാം റെഡിയായി 7:30 എല്ലാം റെഡിയായി. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകാമെന്ന് വെച്ച്. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ നിന്ന് നല്ല തിരക്കാണ്. ആദ്യമായിട്ടാണ് തിരുവോണത്തിൻ്റെ അന്ന് ദേവീക്ഷേത്രത്തിലോട്ട് പോകുന്നത് കേട്ടോ. ഇത്രയും തിരക്കുണ്ടാകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കറക്റ്റ് കടയ്ക്ക് തിരുവാതിര അത്ര ബ്ലോക്കും തിരക്കുമായിരുന്നു. നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് ബ്ലോക്കിൽ തന്നെ ഒരു 10-30 മിനിറ്റ് കിടന്നിട്ടുണ്ടാകും. അത്രയ്ക്ക് ബ്ലോക്ക്, നല്ല തിരക്കുമായിരുന്നു. ഇത്രയും തിരക്ക് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ. നല്ല വലിയ അത്തമായിരുന്നു അവിടെ ഇട്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. മുത്തുവിനെ രാവിലെ ഉറക്കം എണീച്ച് സെറ്റാക്കി ധാവണിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരി കുട്ടിയാക്കി നമ്മൾ അമ്പലത്തിലോട്ട് കൊണ്ടുപോയി. പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവളാകെ ഒന്ന് ഡള്ളായി. ഇച്ചിരി ഒന്ന് വെയിൽ വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ആളിൻ്റെ ഇടയിൽ പോകുമ്പോഴത്തേക്കല്ലെങ്കിലും അവൾ അങ്ങനെയാണ്. പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത് തൊഴുത് നല്ലോണം അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് നന്നായിട്ട് തൊഴുത് നമ്മൾ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അമ്പലത്തിലൊക്കെ ഒന്ന് നിന്നിട്ട് പിന്നെ അമ്പലക്കുളത്തിലോട്ട് പോകാം. ഇവിടെ വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവൾ ഫോട്ടോ എടുക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ വിചാരിച്ചെന്നാൽ അമ്പലക്കുളത്തിൻ്റെ അങ്ങോട്ട് പോകാം. പക്ഷേ ബ്ലോക്ക് കാരണം അനങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അവിടുന്ന്. പിന്നെ അവിടെ നിന്നൊക്കെ നമ്മൾ ബ്ലോക്കൊക്കെ മാറിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിൽ വരുന്നവർക്കെല്ലാം അറിയാം, അവിടെ ഒരു മുത്തശ്ശി ഇരിക്കും എപ്പോഴും. ഇലയൊക്കെ വെച്ചിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഈ ഒഴിച്ചിടുന്ന അങ്ങനെ എന്തോ ഇതാണ്, ഇല വെച്ചിട്ട് എന്തൊക്കെ ഇങ്ങനെ. അപ്പോൾ അതെന്തോന്ന് പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. അങ്ങനെ അത് കുറേ നാളുകൊണ്ട് വിചാരിക്കും. ഇന്നാൾ ഈ അമ്മ റീലിലൊക്കെ വൈറലായിരുന്നു കേട്ടോ. അങ്ങനെ അത് ചെയ്യിച്ച് പിന്നെ നമ്മൾ അമ്പലപ്പുഴയിൽ നിന്ന് അമ്പലക്കുളത്തിലോട്ട് പോയി. അവിടുന്ന് പിന്നെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് മുത്തുവിന് റീല് ചെയ്യണമെന്ന് പറഞ്ഞ് റീലൊക്കെ ചെയ്ത് അവിടെ നല്ല മീനുകളുണ്ടായിരുന്നു കേട്ടോ. വലിയ മീനുകൾ, ശരിക്കും മീനുകളുണ്ട്. പിന്നെ മീൻ നമ്മൾ പൊരി മേടിച്ചു കൊടുത്തപ്പോൾ മീൻ അങ്ങനെ തിന്നുന്നില്ല. പിന്നെ നമ്മൾ കടല മേടിച്ചിട്ട് കൊടുത്തപ്പോഴത്തേക്ക് മീൻ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുത്തുവിന് ഇടാനൊക്കെ കൊടുത്ത് അവൾ അവിടെ നിന്ന് വരുന്നതേ ഇല്ല, കാരണം അവിടെ ഇച്ചിരി നല്ല കൂളായിട്ടുള്ള സ്ഥലമാണ്, അതുകൊണ്ട് വരുന്നതേ ഇല്ലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു. അതിൻ്റെ ഒന്നും ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. സദ്യയൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ നിന്ന് പിന്നെ കുറച്ച് സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും തിരുവോണത്തിൻ്റെ അന്ന് അങ്ങനെയാണ് കേട്ടോ. ആദ്യം നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് പോകും. പിന്നെ നമുക്ക് മുത്തശ്ശിയുടെ വീട്ടിൽ, അമ്മാമ്മയുടെ വീട്ടിൽ അങ്ങനെയൊക്കെ പോകണ്ട്. പിന്നെ അച്ഛനെയും അമ്മയും പിക്ക് ചെയ്ത് അവിടുന്ന് നമ്മൾ മുത്തശ്ശിയുടെ വീട്ടിൽ, അമ്മാമ്മയുടെ വീട്ടിൽ, അപ്പയുടെ വീട്ടിൽ, അങ്ങനെ ഒരു ദിവസം തന്നെ നമ്മളെല്ലായിടും ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കാണും ഓണത്തിന്. അവിടെ എല്ലാം കയറിയിട്ട് വരാമെന്ന് വിചാരിച്ച്. അങ്ങനെ മുത്തും അച്ചാച്ചനും കൂടെയൊക്കെ എന്തോ കാര്യമായിട്ട് അപ്പോൾ സംസാരിക്കുന്നുണ്ട്. നമ്മൾ പോയപ്പോഴത്തേക്ക് മുത്തു പാതി വഴിയിൽ വെച്ച് ഉറക്കമായി പോയി കേട്ടോ. പിന്നെ ബീച്ചിൽ പോകാമെന്നൊക്കെ ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. കാരണം എല്ലായിടവും കയറിയിട്ട് വന്നപ്പോൾ നല്ല ലേറ്റായി. പിന്നെ ബീച്ചിൽ പോക്കൊക്കെ അങ്ങ് ക്യാൻസൽ ചെയ്തു. പിന്നെ നേരെ വീട്ടിൽ വന്നിട്ട് ബൈ ബൈ, സീ യു.